സെലിബ്രിറ്റിയാണ്, മോഡലാണ്, IT പ്രൊഫഷണലാണ് ആള്. ഇതാണ് എന്റെ സെലിബ്രിറ്റി ഫ്രണ്ട്. പാതിരാത്രിക്ക് മറ്റേ ഫോട്ടോച്ചിലൊക്കെ പോയി സെമിത്തേരിയിലൊക്കെ ചെന്ന് കയറിയിട്ട് പേടിച്ചിട്ടൊക്കെ തിരിച്ചു വന്ന് മറ്റേ രാവിലെ 7:30 കണ്ണു തുറന്നു. അതിനുശേഷം സിനിമ ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെ പോയി പെട്ടു. അവിടെ ആണെങ്കിൽ ബോട്ട് സർവീസ് ആയിരുന്നു പിന്നെ അങ്ങോട്ടുണ്ടായിരുന്നു. അത് തീർന്നു, പാതിരാത്രി ആയില്ല. ഇല്ല ബ്ലൗസ് ഉണ്ടെങ്കിൽ എനിക്ക് ആ സാരിക്ക് ഒരു ബ്ലൗസ് ഉണ്ട്. അപ്പൊ അതിന് പകരം നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നല്ല തരുമ്പോ, പക്ഷെ ഇത് ഇത്രയും ഹൈറ്റ് ഹീല് ഇത്രയും ഇടത്തില്ല. ഇത് ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ ഇഡ്ഡലി അറിയത്തില്ല, വൈറ്റില് പറ്റും. ഇവിടുന്ന് വൈറ്റിലെ കണക്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഉമ്മ വെക്കാൻ പറ്റത്തില്ല, ലിപ്സ്റ്റിക് ഉള്ളതുകൊണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ വന്നല്ലോ. അപ്പൊ നാട്ടിൽ വന്നിട്ട് ഫുൾ ഓട്ടോ ആയിരുന്നു, പാലക്കാടും അശ്വിന്റെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിട്ട്. എന്നിട്ട് ഞാൻ കൊച്ചി വന്നു. കൊച്ചിയിലാണ് ഞാൻ ഓസ്ട്രേലിയക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇൻഫോ പാർക്കിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ എനിക്ക് കൊച്ചിയായിട്ട് ഭയങ്കര കണക്ഷനാണ്. ഒരു 6-7 വർഷം, 6-7 അതെ 7-8 വർഷത്തോളം ഞാൻ ഇവിടെ വർക്ക് ചെയ്ത്. അപ്പൊ എനിക്കിവിടെ നല്ല ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എപ്പോൾ നാട്ടിൽ വന്നാലും കൊച്ചിയിൽ ഒരു വിസിറ്റ് മസ്റ്റാണ്. ഇവിടെ എനിക്ക് കാണാനുള്ള കുറച്ച് പേരുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരെയും കണ്ട് ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ പല പല ഫ്രണ്ട്സിനെ ഞാൻ കണ്ടു, ഒത്തിരി ഫ്രണ്ട്സിനെ കണ്ടു. എല്ലാവരും, കാരണം സമയം കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി എല്ലാവർക്കും ഒരു ഹാഫ് ഡേ വെച്ച് അങ്ങനെ വന്നു. ഇന്നലെ ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരുടെ പേര് വിവിയ, ഒരു ചെറിയ സെലിബ്രിറ്റിയും കൂടെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ അറിയുന്നവർക്കറിയാം. ഇപ്പം ഇങ്ങനെ വളർന്നു വരുന്ന സെലിബ്രിറ്റിയാണ്, മോഡലാണ്, IT പ്രൊഫഷണലാണ്. അപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി ഞാനും സെയിം ഫ്ലാറ്റിൽ ഞങ്ങൾ ഫ്ലാറ്റ്മേറ്റ്സ് ആയിരുന്നു. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു ബന്ധമാണ്. അങ്ങനെ ഒത്തിരി കാലമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ വട്ടം വന്നപ്പോഴും ഞാൻ ഇവിടെ വന്ന് 2 ദിവസം നിന്നു. ഇത്തവണ വന്നപ്പോൾ എനിക്ക് 2 ദിവസം നിൽക്കാനുള്ള സമയമില്ല, ഒരു ദിവസം. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് വന്നു, പക്ഷെ ഫുട്ടേജസ് ഒന്നും എടുത്തിട്ടില്ല. അവിടെ ഞങ്ങൾ വന്നിരുന്ന പാടെ നമ്മൾ സംസാരമൊക്കെ തുടങ്ങിയത്. അപ്പോൾ പുള്ളിക്കാരിയുടെ പേര് വിവിയ ശാന്ത് എന്നാണ്. ഇതാണ് എന്റെ സെലിബ്രിറ്റി ഫ്രണ്ട്. അപ്പൊ ഞാനിപ്പോ വിവിയുടെ ഫ്ലാറ്റിലാണ്. ഞങ്ങള് രാവിലെ എണീറ്റ് ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് വന്നതാ ഇവിടെ. എന്നിട്ട് എന്തൊരു വർത്താനം ആയിരുന്നല്ലേ. അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് പോയി. അതിന്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അതാണ് ഞങ്ങളുടെ വർത്താനം കൂടിയിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പോലും ഉള്ള ബോധം പോലും പോയിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ ഇരിക്കുമ്പോഴകത്ത് ഞാൻ എല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ വന്നിട്ട് എല്ലാ ഫ്രണ്ട്സിനെയും കണ്ട് കുറച്ച് ഡോക്യുമെന്റ് ചെയ്യുന്നു. വിവിയനെ ഒരു സെലിബ്രിറ്റിയെ കണ്ടിട്ട് കിട്ടിയിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാതെ, കാരണം കഴിഞ്ഞ വട്ടം വന്നപ്പോ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. അപ്പൊ ഫുള്ള് വർത്താനം, ഇന്നും വർത്താനം തന്നെ. അപ്പൊ ഇപ്പൊ ഓർത്തപ്പോ എന്നാ കുറച്ച് എടുത്തേക്കാന്ന് വിചാരിച്ച്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് വേദനിക്കുന്ന കുറച്ചുകൂടെ നമുക്ക് മിണ്ടാതിരിക്കാം. അങ്ങനെയായിരുന്നു. ഞങ്ങളന്ന് രാവിലെ അന്ന് 2 ദിവസം ഞാൻ ഇവിടുന്ന് വർക്ക് ഫ്രം ഹോം ചെയ്തു. വിവി ഇടയ്ക്ക് ഓഫീസിൽ പോയിട്ട് അവിടെ ഉഴപ്പിയിട്ടൊക്കെ വന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്തു. അതിന് വന്നിട്ട് വർത്താനമായിട്ട് ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കയക്കുന്നു. ഇന്നലെ രാത്രിയിലും കിടക്കായിരുന്നു. അതെ, 11:30 ഓക്കെ ഇനി നമുക്ക് ഉറങ്ങാം കിടക്കും. പിന്നെ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങും. പിന്നെ ഓക്കെ ഇത് ലാസ്റ്റ് ആണ്. ഇന്നലെ ഒരു 10 വട്ടം ഇങ്ങനെ ഗുഡ്നൈറ്റ് പറഞ്ഞിട്ടുണ്ടാവും. രാവിലെ 7:30 കണ്ണു തുറന്നു. അതിനുശേഷം ഒരു കാപ്പി കൊണ്ട് രണ്ടുപേരും ഓരോ കാപ്പി 8 o'clock ഇരുന്നതാന്ന് തോന്നുന്നു ഇവിടെ അല്ലേ. 10:30 ഇത് കാണത്തില്ല നിങ്ങൾക്ക്. 10:30 മഴ പെയ്തു. മഴ ഒരു 3-4 വട്ടം പെയ്തു. വെയില് വന്നു. ഇതൊന്നും അറിയുന്നില്ല. വർത്താനം എന്ന് പറഞ്ഞാൽ അമ്മാതിരി വർത്താനാണ്. എന്താ ഈ വർത്താനം പറയുന്നത്? അല്ല, അതെ, കൊറേ ഗോസിപ്പിങ്ങും പിന്നെ പഴയ കാര്യങ്ങളും അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. മടുപ്പ് വന്നില്ല. ഇത്രയും ആക്ച്വലി ഇത്ര സംസാരിക്കണോ എനർജി നമുക്ക് ഉണ്ടോ നമ്മൾ ആലോചിച്ചു. എനിക്ക് ആക്ച്വലി കുറെ സംസാരിച്ച് കഴിയുമ്പോൾ തലവേദന എടുക്കുന്നില്ല. പക്ഷെ നമ്മള് കൂടി കഴിഞ്ഞാൽ അങ്ങനെ ഇതാണ്. എന്താണെന്ന് അറിയില്ല, നമ്മൾ തമ്മില് പെട്ടെന്ന് കണക്ട് ആവും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഏകദേശം ഒരുപോലെയാണ് ചിന്തിക്കുന്നത്. പിന്നെ ആണെങ്കിലും ഇപ്പൊ ഞങ്ങൾ 1 വർഷം കഴിഞ്ഞിട്ടില്ലേ, എനിക്ക് ഇവിടെ വരിക വിവിയുടെ കൂടെ. ഇന്നലെ ഞങ്ങൾ ഒന്ന്
പോയി വന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ ഇവിടെ ഇതൊരു വർത്താനം പറച്ചിലാണ് ഞങ്ങളുടെ മെയിൻ. അതുകൊണ്ട് ഞാൻ വന്നപ്പോ തന്നെ ഒന്നും പ്ലാൻ ചെയ്തില്ല. അറ്റ്ലീസ്റ്റ് പുറത്ത് കഴിക്കുന്ന കാര്യം പോലും പ്ലാൻ ചെയ്തില്ല. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് അതെ നമുക്ക് സമയം കിട്ടില്ല, അല്ലെങ്കിൽ പുറത്തു പോകണം, എന്തെങ്കിലും കറങ്ങണമെന്നൊക്കെ അല്ലെങ്കിൽ വന്നില്ല. ഓക്കെ പുറത്തേ ഇവിടെ ഒരാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിനിമയ്ക്ക്. പക്ഷെ ഇപ്പൊ നമുക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല. സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ സമയം 3 മണിക്കൂർ അവിടെ പോയി. അപ്പൊ 3 മണിക്കൂർ എങ്ങനെ നമ്മൾ വർത്താനം പറയും? അതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. പോരാ. ആക്ച്വലി കാരണം വരുന്നുണ്ട്. എന്റെ ഫ്രണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വരാണ്. ഞാൻ ഒരു പരിപാടിക്ക് ഈ വീക്കെൻഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്റെ ഫ്രണ്ട്സിനോടും ചേച്ചിയോടും ഒക്കെ പറഞ്ഞ് വീട്ടിലും നാട്ടിലും പോകുന്നില്ല, വരുന്നില്ല, കാരണം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പെർമിഷൻ എടുത്തൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും എന്താണ് പ്ലാൻ, എന്താണ് പ്ലാനോ? നമുക്കതാണ് പ്ലാൻ. അതെ അതെ. മേബി ഒരു കുറച്ച് വർഷം മുന്നൊക്കെ ആണെങ്കിൽ നമ്മള് എവിടെ പോകുന്നു കറങ്ങാൻ പോകുന്നു. ഇപ്പൊ പിന്നെ നമ്മുടെ പ്രയോറിറ്റി മാറി. നമുക്ക് വർത്താനം പറഞ്ഞ് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. ലേസി ആയിട്ടെങ്കിൽ ലേസി ആയിട്ട് നമ്മള് വീട്ടിലിരിക്കുക. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇത്. നമ്മളെപ്പോഴാ മീറ്റ് ചെയ്ത? ഒരു 2016 ആണോ 17? അതെ അതെ. നമ്മളെങ്ങനെ മീറ്റ് ചെയ്യുന്നത്? ഞാന് ഇൻഫോമാറ്റേഷനിലല്ലേ, അവിടെ ഇവിടെ ഒരു ഫ്ലാറ്റ് ആണ്. ഇപ്പൊ എല്ലാം ഇൻഫോ പാർക്കിന്റെ അടുത്ത. വിവിയും ഞാൻ ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ കമ്പനി ഭയങ്കര വലുതായോണ്ട് നമുക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. എനിക്കറിയാം ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിയാം, ഒരു സെലിബ്രിറ്റി സംസാരിച്ചിട്ട്. അപ്പൊ നമ്മുടെ കമ്പനിയില് വിവേക് കണ്ടാൽ തന്നെ ഇങ്ങനെ ഒരു സെലിബ്രിറ്റിയിലൊക്കെ ഉള്ളു. അപ്പൊ എനിക്കറിയാം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു സെലിബ്രിറ്റി ഉണ്ട് ഇവിടെ, മോഡലാണ്, അന്നൊക്കെ സിനിമയിലൊക്കെ ഇങ്ങനെ അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരി IT പ്രൊഫഷണലാട്ടോ. ഇതുകൊണ്ട് മോഡലിംഗും ഉണ്ട്, സിനിമയുണ്ട്, ഇപ്പൊ നാടകവും ഉണ്ട് കേട്ടോ. ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്കറിയാം ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിയാം. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോ നമ്മള് കാഫേ പോകുമ്പോഴോ അല്ലെ നമ്മുടെ ഓഫീസിൽ തന്നെ ക്യാൻറ്റീനിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഐഡിയയിലേക്ക് കാണും. അപ്പൊ ചിരിക്കും. പിന്നെ ആള് സെലിബ്രിറ്റി ആയിട്ട് തിരിച്ചും ചിരിക്കും. അപ്പൊ അങ്ങനെ മാത്രമേ ഉള്ളൂ. പേരറിയാം വിവിയ എന്നാണ്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും വിവി ഒരേ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഒരേ ഫ്ലോറിലും കൂടെ ആയിരുന്നു. ഞാൻ വേറെ ഫ്ലാറ്റിലും വിവിയ വേറെ ഫ്ലാറ്റ്. ഞാനെന്തോ 1B വിവിയ 1F അങ്ങനെ എന്തോ. എന്നിട്ട് ഒരു ദിവസം എന്റെ ഫ്ലാറ്റിലുള്ള 2 പേര് പോവുകയാണ്. അവര് കല്യാണം കഴിച്ച് ഞങ്ങൾ US പോകുന്നു. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ആ ഫ്ലാറ്റിൽ. അപ്പൊ ഞാൻ ആ ഫ്ലാറ്റ് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് ഞാനൊരു സ്പേസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നേരം ഞാൻ രാവിലെ ഞങ്ങളുടെ ഓഫീസിലോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോ വിവിയയും താഴോട്ട് ഓഫീസിലോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് ഞാൻ ക്യാബ് വെയിറ്റ് ചെയ്യുന്നു. വിവിയെ വണ്ടി എടുക്കാൻ വേണ്ടി ചെന്നപ്പോ വിവിയെ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഫ്ലാറ്റില് എന്തെങ്കിലും ഒഴിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഈ താഴോട്ട് പോകുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ സ്പേസ് തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. അപ്പൊ സ്പേസ് തപ്പിക്കൊണ്ട് നടക്കുമ്പോ ഞാൻ വിവിയുടെ ഒരു ദിവസം രാവിലെ ഞാൻ ക്യാബ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് താഴോട്ട് എന്റെ ഫ്ലാറ്റിന്റെ താഴോട്ട് വന്നു. വിവിയെ വണ്ടി എടുക്കാൻ വേണ്ടി പോകും. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. നമ്മുടെ ഫ്ലാറ്റിൽ ഫാമിലി പോലെയാണ്. പിന്നെ എനിക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ റൂം വേക്കന്റ് ആയിരുന്നു. അപ്പം ആ റൂമിലേക്ക് ഞങ്ങൾക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഞങ്ങളുടെ ഒരു കോമൺ, അതായത് കാമിന് ഫ്ലാറ്റ് അറേഞ്ച് ചെയ്ത് തന്ന അങ്കിളും എനിക്ക് അറേഞ്ച് ചെയ്ത അങ്കിളും അതിന്റെ ഒരു ഫ്രണ്ടിന്റെ അങ്കിളാണ് ശരിക്കും. അപ്പം പുള്ളി നമ്മുടെ ഫ്ലോറിൽ തന്നെയാണ്. പുള്ളി അങ്ങനെ എല്ലാവർക്കും ഒന്നും അങ്ങനെ ഫ്ലാറ്റ് എടുത്ത് കൊടുക്കില്ല. അങ്ങനെ ഭയങ്കര അത്ര നല്ലതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നല്ലതാണെന്നാണ് പറഞ്ഞു വെച്ചത്. പുള്ളി ഞങ്ങള് മാന്യനെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു. അങ്ങനെ പുള്ളി എന്നോട് വന്നിട്ട് ഇങ്ങനെ ഞാൻ ആളെ നോക്കുന്നുണ്ടെന്ന് കണ്ടപ്പം കാമിനെ പറ്റി കുറെ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കാമിനോടും വന്നിട്ട് കാര്യമൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. എല്ലാരും വിവിയ ഫസ്റ്റ് പറയുമ്പോ സെലിബ്രിറ്റി എന്നുള്ളത് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന കൊച്ചുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്കറിയാം എന്നുള്ളൊരു. അപ്പൊ നമുക്ക് അങ്ങനെ അറിയാം. പിന്നെ അപ്പൊ ഞാൻ വിവിയോട് ചോദിച്ചു ഇങ്ങനെ വേക്കൻസി ഉണ്ടോ എന്ന്. അപ്പൊ അന്നേരം വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ വിവിയോ അയ്യോ ഇന്നലെ ചോദിക്കായിരുന്നല്ലോ, ഒരു കൊച്ചു വന്ന് നോക്കിയിട്ട് ആ റൂം ആ കൊച്ചു. അപ്പൊ ആണോ ഓക്കെ എന്നാ ശരി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വേറെ തപ്പാൻ തുടങ്ങി. അന്ന് 2 ദിവസം കഴിയുമ്പോ രാത്രി ഒരു 10 മണി 9:30 ആയപ്പോഴത്തേനും വിവി എന്നെ വിളിച്ചു ചോദിച്ചു. നമ്പറെന്തോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. വിവി എന്നെ വിളിച്ചു ചോദിച്ചു ഉണ്ടോ ഇവിടെ ഉണ്ടോ, മറ്റേ നേരത്തെ പറഞ്ഞ കൊച്ചു ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കിപ്പോ ഒരു വേക്കൻസി പിന്നെയും വന്നു വരുന്നോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നാ വരുന്നത്. അപ്പൊ നമ്മള് ഫ്ലാറ്റിൽ ഒരേ ഫ്ലോറിലല്ലേ. അപ്പൊ തന്നെ ഇട്ട ഡ്രസ്സിൽ പോയി റൂം നോക്കി ഇഷ്ടപ്പെട്ടു. പ്രശ്നമില്ല. വിവി ഉണ്ട്, വേറെ 3 പേരുണ്ട് അല്ലേ, പൂർണ്ണ, രമ്യ, നമ്മുടെ വേറെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവരൊരു 5 പേരോ 4 പേരായിട്ട് ഒരു 3 BHK അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പോയിട്ടൊരു മുറി കണ്ടു. എനിക്ക് അതിന് സ്പേസ് ഇഷ്ടപ്പെട്ടു. ഓക്കെ അപ്പൊ ഇനി എപ്പോഴാ വരണ്ട? അടുത്ത ആഴ്ച. അങ്ങനെ ഞാൻ ഇവരുടെ ഫ്ലാറ്റിലോട്ട് കയറിയതാണ്. എന്നിട്ട് പിന്നെ അപ്പൊ തുടങ്ങിയ ബന്ധമാണ്. ഫസ്റ്റ് ഡേ പോലെ എന്തോ നമ്മള്
പണ്ട് തൊട്ടേ ഒത്തിരി അറിയാവുന്നവല്ല, അങ്ങനത്തെ ഒരു ബന്ധം. അങ്ങനെ ചില ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ നമ്മുടെ ലൈഫിന്റെ ഒരു സ്റ്റേജിലായിരിക്കും ഇത്, പക്ഷെ നമുക്കറിയാം ലൈഫ് ലോങ് പോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് അറിയാം നമുക്ക്. അങ്ങനത്തെ വളരെ കുറച്ച് പേരിലുള്ള ഒരാളാണ്. നമ്മളിപ്പോ ഒരു 3 മാസം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാതിരുന്നാലും പരിഭവം പിണക്കമൊന്നുമില്ല. എവിടെ നിർത്തിയോ, എവിടെ ഫുൾ സ്റ്റോപ്പിട്ടോ അവിടെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ചില ഫ്രണ്ട്സ് ആണെങ്കിൽ ഓക്കെ വിളിച്ചില്ല സംസാരിച്ചില്ലെങ്കിൽ അതങ്ങനെ ബ്രേക്ക് ആയി പോകും. പക്ഷെ നമ്മളങ്ങനെയല്ല, നമുക്കങ്ങനെ ഒരു എന്താ സ്ഥിരം കോണ്ടാക്ട് അങ്ങനെയൊന്നും ഇല്ല. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്. അതല്ലാണ്ട് ഞാൻ ചില സമയത്ത് അവിടെ നിന്നിട്ട് വിവേനെ വിളിക്കും. എന്റെ ഇന്ത്യൻ നമ്പർ, ഓസ്ട്രേലിയ ആണെങ്കിൽ ഇന്ത്യൻ നമ്പർ ഞാൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ചില സമയത്ത് അത് ഇതായി പോകും, ഇൻവാലിഡ് ആയി പോകും. അപ്പൊ എനിക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ചിലപ്പോൾ പറ്റത്തില്ല, എനിക്ക് OTP വരും, അങ്ങനെ കുറെ പ്രശ്നം. അപ്പൊ അന്നേരം ഞാൻ വിവയെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് റീചാർജ് ചെയ്ത്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്റെ ലൈഫിലുള്ള എല്ലാ അപ്ഡേറ്റ്സും വിവേക്ക് അറിയാം, വിവയുടെ ലൈഫിലുള്ള അപ്ഡേറ്റ്സും അങ്ങനെ ഒരു ഇതാ. അതാണ് അപ്പൊ വിവയുടെ ആയിട്ടുള്ള ഒരു ഇത്. എന്നിട്ട് അങ്ങനെ ഞാൻ ഇപ്രാവശ്യം വന്ന് ഞാൻ വേറെ എല്ലാരെയും കണ്ടു. എന്റെ ബേസ് ഇവിടെയാണ്. ഇവിടെ നിന്നിട്ട് ഞാൻ പോയിട്ട് ബാക്കിയുള്ള ഫ്രണ്ട്സിനെ പോയി കാണും, പിന്നെ തിരിച്ചു വരും. ഇതിന് മുന്നേ വേറെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു, വേറെ ഷെയർ എന്ന് പറഞ്ഞാൽ ഞാൻ വ്ളോഗ് മുന്നോ ഇത് കഴിഞ്ഞിട്ടായിട്ടിടും. അതും ഇതേപോലെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ അവിടെ ഒരു ദിവസം നിന്ന് അവിടെ ബേസ് ആക്കി വെച്ചിട്ട് ഞാൻ പോയിട്ട് വേറെ ഇടും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോഴും ഇവിടെ തന്നെ. വിവി ഏത് വീട്ടിലാണെങ്കിലും അതാണ് എന്റെ ബേസ്. എനിക്കിങ്ങനെ ഇപ്പൊ വിവി ഇല്ലാന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഇവിടെ വന്ന് കയറാം, അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ അതിപ്പോ രാവിലെ എനിക്കിപ്പോ വിവിയനെ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾക്ക് വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും. ഇപ്പൊ ലാസ്റ്റ് ചിലപ്പോ അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ ചിലപ്പോ ഇനി അറിയും. ലാസ്റ്റ് ഏതാ വന്നത് 1000 Babies എന്ന് പറഞ്ഞിട്ട് ഡിസ്നി ഹോട്ട്സ്റ്റാറിലൊരു ഇത് വന്നിട്ടുണ്ട്, സീരീസ് അല്ലേ അത്, വെബ് സീരീസ്. അപ്പൊ അതിനകത്ത് വിവി ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഇപ്പത്തെ ലേറ്റസ്റ്റ് വർക്ക് അല്ലെ. പിന്നെ ഇങ്ങനെ മറ്റേ തൂണിലും തുരുമ്പിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും മോഡലായിട്ട്, അങ്ങനത്തെ ഒത്തിരി ഇത്. പിന്നെ എന്റെ അമ്മയ്ക്കൊരു ബൊട്ടീക്കുണ്ട്. അപ്പൊ അതിന്റെ മോഡൽ, ഞങ്ങളുടെ അംബാസിഡർ ആണ്. അന്ന് അപ്പൊ ബൊട്ടീക്ക് നമ്മൾ കുറച്ചൊന്ന് റിവാമ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോ ഷൂട്ടൊക്കെ നടത്തണമല്ലോ. അപ്പൊ ഒത്തിരി കാലമായിട്ടുള്ള ബൊട്ടീക്കാണെങ്കിൽ നമ്മൾ അങ്ങനെ വലിയ പ്രൊമോഷൻ ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല, ഓൺലൈനിലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാനൊരു അറ്റംപ്റ്റ് ചെയ്തായിരുന്നു, ഞാൻ ഓസ്ട്രേലിയക്ക് പോകുന്നതിന് മുന്നേ ഒരു അറ്റംപ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ എനിക്ക് പിന്നെ മോഡലിനെ തപ്പാൻ വേറെ ഇതൊന്നും വേണ്ടല്ലോ. നേരെ വിവിയെ വിളിച്ച് പറഞ്ഞ് ഇന്ന ദിവസം ഇന്ന് വന്നേക്കണം, കുറെ ഉടുപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. വന്നേരം അപ്പോഴാണ് ഇന്ന് എനിക്ക് മനസ്സിലായത് ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പണിയുള്ള. വിവി അന്ന് എന്നോട് പറഞ്ഞു ഒരു ദിവസം നമുക്കൊരു 4 കോസ്റ്റ്യൂം ഒക്കെ ഇടാൻ പറ്റത്തുള്ളായിരിക്കും. നമുക്ക് 12 15 കോസ്റ്റ്യൂം ഉണ്ട്. ഇതൊക്കെ പെട്ടെന്ന് മാറി മാറി ഇടാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോഴാണ് ഫോട്ടോഗ്രാഫർ വന്ന് ഇതെല്ലാം എടുത്ത് സാധനം ചെയ്തു. അന്ന് പക്ഷെ വിവി സ്ട്രെച്ച് ചെയ്തിട്ട് 9 കോസ്റ്റ്യൂം ചെയ്തു അല്ലേ. പിന്നെ നമ്മള് മറ്റേ റിസോർട്ടിൽ പോയി വേറെ ചെയ്തു. അതല്ല റീൽസ് ഒക്കെ എടുത്തിട്ട് 4 കോസ്റ്റ്യൂം ഒക്കെയാണ് പ്രൊഫഷണലി ചെയ്യാൻ പറ്റുന്നത്. വിവി ഒത്തിരി ചെയ്യുന്നതാണ് വിവിയെന്ന് പറഞ്ഞത്. പക്ഷെ അന്ന് വിവി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്ത് 9 കോസ്റ്റ്യൂം. ആത്മാർത്ഥത നന്മപരമാണ്. എന്നിട്ട് എന്നെ പിടിച്ച് ഇതാക്കിയിട്ട് ഞാൻ ചെറിയ മോഡലായി. കാരണം ഒത്തിരി കോസ്റ്റ്യൂം ഉണ്ട്, എല്ലാം കൂടെ വിവിയെ കിട്ടു കഴിഞ്ഞാല്. അപ്പൊ എനിക്ക് ഞങ്ങൾ രണ്ടുപേരും വിവിയെ ഒരു കോസ്റ്റ്യൂം ഇട്ട് ഫോട്ടോ സിമിലാരിറ്റി വരുന്ന കോസ്റ്റ്യൂം ഞാനിടും. പിന്നെ വിവി മേക്കപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ പോയിട്ട് ഫോട്ടോ എടുക്കും. എനിക്ക് പിന്നെ ഇതെങ്ങനെ നിൽക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പൊ എനിക്ക് വിവി പറഞ്ഞത് കൈ ഇങ്ങനെ വെക്കണം, അങ്ങനെ വെക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര ചടപ്പായിരുന്നു ആ സമയത്ത്. ആക്ച്വലി നമുക്ക് കുറച്ച് വീഡിയോ ഷോർട്സ് ഒക്കെ എടുത്തിരുന്നെങ്കിൽ. അതെ 2 വർഷം മുന്നേ അത് കഴിഞ്ഞ് ഞങ്ങൾ റിസോർട്ടിൽ പോയിട്ട് പിന്നെ 2-3 കോസ്റ്റ്യൂം ആണ്. കോസ്റ്റ്യൂം ഇട്ടിട്ട് വിവിയെ ഓടുന്നു ചാടുന്നു, ഞാൻ പുറകെ ഞാനായിരുന്നു ക്യാമറമാൻ. റിസോർട്ടിന്റെ കൊളാമായിരുന്നു, ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് പൊട്ടി. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇതുവരെയൊക്കെയുള്ള ലൈഫ്. ഇനിയിപ്പോ എന്താ പരിപാടി? ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. മൈസൂർ രാമൻ ഞാൻ കഴിച്ചിട്ടില്ല അത്. അപ്പൊ വിവി പറഞ്ഞു അങ്ങനെ ഒരു സാധനമുണ്ട്. മൈസൂർ രാമൻ ഇഡ്ഡലിയുടെയും മൈസൂർ രാമന്റെ കോഫിയുടെയും അഡിക്ഷൻ ആണ്. രാവിലെ എനിക്ക് ഓർഡർ ചെയ്യാൻ ടെൻഡൻസി എന്തിരുന്നാലും. അതെന്താ പുതിയ കട ഷോപ്പ്? അതോ മൈസൂർ രാമൻ ഇഡ്ഡലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അത് ആക്ച്വലി പാലക്കാട്ട് തരുന്ന നേരത്തെ ഇപ്പൊ കാക്കനാട് തുടങ്ങിയിട്ടുണ്ട്. അത് തുടങ്ങിയത് പോലെ ഞങ്ങളുടെ പ്രീമിയം കസ്റ്റമർ. അപ്പൊ ആ സാധനം വരും. വിവി പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പൊ
ഞാൻ കഴിച്ചിട്ടില്ല ആ സാധനം. പൊടി ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടുണ്ട്, ഈ സാധനം കഴിച്ചിട്ടില്ല. ഇത് തട്ടിഡലിയാണ്, കുഞ്ഞിഡലിയല്ല, വലിയ ഇഡലി അല്ലേ. പിന്നെ അത് അതിന്റെ ടെക്സ്ചർ ഒക്കെ വ്യത്യാസമുണ്ട്. നല്ല തരി ഇഡലി കഴിക്കുമ്പോൾ ഇപ്പൊ പൊടി ഇഡലി അല്ല, നോർമൽ ബട്ടർ ഇഡലി വാങ്ങിച്ചാലും അത് കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല തരി തരി പോലെ ഇരിക്കും. ഞാനൊരു വലിയ ഇഡലി ഫാൻ അല്ല, പക്ഷെ ഇഡ്ലി സാമ്പാർ ദോശ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് വേറൊരു ടെക്സ്ചർ ടേസ്റ്റ് ആണ്, ബട്ടറൊക്കെ ഇട്ടിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് കോയമ്പത്തൂര് പോയപ്പോ ഞാൻ അവിടുന്ന് പൊടി ഗീ ഇഡ്ഡലി കഴിച്ചു. ഗീയില് മുങ്ങി കിടക്കുന്ന അത് കഴിച്ചു. അപ്പൊ ഇതൊന്ന് കഴിച്ചോ. അപ്പൊ ഇനി ഇങ്ങനെ വല്ല ഞാനിപ്പോ പോകും, കുറച്ച് കഴിയുമ്പോഴത്തേനും പോകും. ഞാൻ ഇന്നലെ വന്നതാണ്. ഇനിയിപ്പോ എനിക്ക് അടുത്ത തിരിച്ച് പാലക്കാടേക്ക് പോകണം, കുറച്ച് സമയം കൊണ്ടുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് ഷോട്ട് എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ എനിക്ക് എന്റെ ഫ്രണ്ടിന് ഞാനിങ്ങനെ തുടങ്ങിയപ്പോ ചോദിച്ചു നമ്മൾ എന്താ അതെ, നിങ്ങൾക്ക് ബോറടിക്കണ്ടോന്ന് അറിയില്ല, ഞങ്ങൾക്ക് ബോറടിക്കുന്നില്ല. അതെ, ഞങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഞങ്ങളുടെ ഇടയിലെല്ലാം അങ്ങനെ വന്ന് പെട്ട് കഴിഞ്ഞാലേ പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ രണ്ടുപേരെ പറ്റി ഇത്ര സംസാരിക്കുന്നവരാണെന്ന് ആരും വിചാരിക്കില്ല. വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല ഈ മുഖം. ഇവർക്ക് എനിക്ക് ഇപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ സംസാരിച്ചില്ല. അവള് തുടങ്ങി ഇത്ര സംസാരിക്കണമെന്ന് അവള് തുടങ്ങി എന്നുള്ള വർത്താനം തന്നിട്ട് ഇപ്പൊ മനസ്സിലായില്ല ഞാനിങ്ങനെയാണ്. ഞാൻ മാത്രമല്ല, സെയിം വൈബ് കേറുമ്പോഴേ അത് പുറത്തു വരുള്ളൂ. ശരിക്കും ഞാൻ മാത്രമല്ല, അവന്മാരും കൂടെ ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് നോക്കാം. ഇല്ല ഞാൻ ഗസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു പണി എടുക്കത്തില്ല. പണ്ട് ഞങ്ങൾ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നപ്പോ ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്തൊക്കെ ചെയ്തു. ഞാൻ ഇന്നും ചെയ്യത്തില്ലേ, ഉണ്ടോ പണി എടുപ്പിക്കാറ്. വിവേക് എന്താ പരിപാടി? ഇനി എനിക്ക് കല്യാണമുണ്ട്, അതിന് ഞാനെന്താ ഇടുന്നത് തീരുമാനിച്ചില്ല. അതല്ലാതെ കൂട്ടത്തിൽ തന്നെ അവിടെ കൂടെ തീരുമാനിക്കാം. എനിക്ക് എനിക്കൊരു കല്യാണമുണ്ട്, അശ്വിന്റെ അനിയന്റെ കല്യാണമുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെ സാധനങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ മേടിച്ചു. എന്നിട്ട് ഇനി കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാറുണ്ട്. അപ്പൊ എനിക്കൊരു എക്സ്ട്രാ ബ്ലൗസും കൂടെ കിട്ടിയ കൊള്ളാറുണ്ട്. അപ്പൊ ബിബിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാം എന്ന് വിചാരിക്കുകയാണ്. ബിബിയുടെ എന്തെങ്കിലും ബ്ലൗസ് ഉണ്ടെങ്കിൽ, എനിക്ക് ആ സാരിക്ക് ഒരു ബ്ലൗസ് ഉണ്ട്. അപ്പൊ അതിന് പകരം ഇതെല്ലാം സ്ലീവ്ലെസ് ആണ് എൻ്റെ ഉള്ളത്. പിന്നെ ഡാർക്ക് പച്ചയുണ്ടോ? ആ ഇത് കുറച്ച് ഓവർ വർക്ക്. എന്റെ സാരിയുടെ കളർ ഈ ഒരു കളറാണ്. ഇത് ചേർത്തില്ല കാരണം കസവുള്ളതാണ്. ഞാൻ സാരിയുടെ പിക്ചർ കാണിക്കാം, നോക്കട്ടെ. ഇതാണോ ഇടുന്നത്? ഇതിനകത്ത് വിവിക്ക് ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ വിവിയെ ഡിസൈഡ് ചെയ്തു ഇതെല്ലാം എടുത്ത കൂട്ടത്തിൽ ഈ സാരി ഈ ബ്ലൗസ് കൊണ്ട് ഇടാൻ തീരുമാനിച്ച്. മാച്ച് നല്ല ഇടുപ്പുണ്ടാവും. എനിക്ക് ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അശ്വിൻ്റെ അനിയൻ്റെ കല്യാണം. അപ്പോൾ അതിന് ഉള്ള സാധനങ്ങളെല്ലാം എടുത്തു. എന്നിട്ട് ഇന്നലെ ഞാൻ ഇതെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചെരുപ്പ് എടുക്കണം. അപ്പം ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഷൂസേ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഹീൽസ് ചെരുപ്പുകളൊക്കെ അവിടെ തന്നെ വെച്ചേക്കുന്നത്, എന്ന് വെച്ചാൽ ഞാൻ ഓസ്ട്രേലിയയിൽ തന്നെ വെച്ചേക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഒരൊറ്റ ഷൂസ് ഇട്ടുകൊണ്ട് വന്നു. കാരണം വെയിറ്റ് കൂടുതലായിരുന്നു. ഓരോ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെ മേടിച്ച് ഒത്തിരി വെയിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ചെരുപ്പ് മേടിക്കാം. കാരണം സാരി അല്ലെങ്കിൽ ചുരിദാർ ഉണ്ടാകാനായിട്ട് ഷൂസ് ഇടത്തില്ലല്ലോ. അപ്പോൾ അത് തപ്പി ഇന്നലെ നോക്കിയിട്ട് അങ്ങനൊന്നും കിട്ടിയില്ല. ഇന്നലെ എനിക്ക് സമയമില്ലായിരുന്നു. ഇന്നാണെങ്കിൽ എനിക്ക് തിരിച്ചു പോകുന്നതിന് മുന്നേ അധികം സമയമില്ല. അപ്പോൾ ഒരു മിനിറ്റ്, ഞങ്ങൾ സ്വിഗ്ഗി ഓർഡർ ചെയ്തത് മൈത്രാമിന് ഇഡ്ഡലി വന്നത്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്ന്. അതെ, രാമന്റെ ഇഡ്ഡലി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇഡ്ഡലി വന്നു. അതിൻ്റെ ഇടയ്ക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ചെരുപ്പ് വേണം. അപ്പോൾ ചെരുപ്പിന് എനിക്ക് തപ്പാനുള്ള സമയമില്ല. നേരെ ഞാൻ അശ്വിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ചെരുപ്പ് തപ്പാൻ സമയമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, വിവി പറഞ്ഞു വിവിയുടെ കുറേ ചെരുപ്പിരിപ്പുണ്ട് വന്നാലും. അതെ, അപ്പം ഇതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ തിരിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതൊക്കെ ചെരുപ്പ് വേണമെന്ന്. നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നല്ല ചെരുപ്പ്, പക്ഷെ ഇത് ഇത്രയും ഹൈറ്റ് ഹീൽ ഇത്രയും ഇടത്തില്ല. ഇത് ഞാൻ കാണിച്ച് ഷൂട്ട്സിന് ഇടുന്ന
പക്ഷെ എനിക്ക് കല്യാണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓടും. നമ്മുടെ വീട്ടിലെ കല്യാണം ആയോണ്ടേ അപ്പൊ ഒന്നും പറ്റത്തില്ല. ഷൂസ് എന്തായാലും വേണ്ടല്ലോ. ഷൂസ് ടൈപ്പ് വേണ്ട. ബ്ലാക്ക് ആണെങ്കിൽ ഇതുണ്ടല്ലോ, എനിക്ക് പുറകിൽ പിടുത്തം വേണം. എനിക്ക് ഇങ്ങനത്തെ ചെരുപ്പിടാൻ പറ്റത്തില്ല. എനിക്ക് പുറകിൽ പിടുത്തം അല്ലെങ്കിൽ കാലിന്റെ ഇടയിലൊരു ജൂത്തി പോലെ കൂടെ പോകുന്ന സാധ്യത. പക്ഷെ കളർ ചേഞ്ച് മാച്ച് ആവുകയാണെങ്കിൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ. കിലുമോ? ഇല്ലില്ല. നോക്കാം. ഇതല്ലെങ്കിൽ ഇനി തലേ ദിവസമൊക്കെ ഇടാനായിട്ട് കണ്ടാലേ ഭംഗി ഉണ്ടാവുള്ളൂ. സാരിയുടെ കൂടെ എന്തായാലും കാണത്തില്ല. പിന്നെ എനിക്ക് സാരിയുടെ കൂടെ ഇച്ചിരി ഹീലുള്ളത് ഇടണമെന്നുണ്ട്. ഇതും ബാക്ക് പിടുത്തോളൂ. പക്ഷെ അത്ര ഭയങ്കര അടിപൊളിയാണ്. അതിനേക്കാളും രസം ഇതുണ്ട്. അതാണ്. പിന്നെ അല്ലാതെ ഹീൽസ് ഉള്ള ഇതാണെങ്കിൽ നോർമൽ ഉണ്ടായിച്ചപ്പോ ഇത് ഞാൻ വിവിയുടെ ബർത്ത്ഡേക്ക് നമ്മള് ഫ്രണ്ട്സ് ഇത് ചെയ്തതാണ്. ഞാനും പൂർണ്ണയും കൂടെ ഗിഫ്റ്റ് ചെയ്തു സാരം. അത് പഴകിയ പക്ഷെ എന്നാലും നല്ല ക്ലാസ്. അപ്പൊ നമ്മള് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ട് നമ്മള് തന്നെ ഇതൊന്നും ഇട്ട് നോക്കട്ടെ. പിന്നെ എന്റെ താഴെ 1-2 ഇത് വൈറ്റ് വേണ്ടല്ലോ. വൈറ്റ് വേണ്ട. താഴെയും 1-2 ഓപ്ഷൻസ് ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. ബൂട്ട് എനിക്ക് ഇവിടെ ഇതൊക്കെ ഉപയോഗിക്കാനൊരു ഭയങ്കര ചമ്മല. അല്ലെങ്കിൽ പിന്നെ ഞാൻ പുറത്ത് പോകേണ്ടി വരും ഇത് ഉപയോഗിക്കാനായിട്ട്. അയ്യോ ആക്ച്വലി ബൂട്ട്സിന്റെ ഒരു 15,000 ഇതുപോലത്തെ ഒരു ബൂട്ട്സ് ബൂട്ട്സ് വാങ്ങിച്ചിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടേ ഇല്ലായിരുന്നു. അത് ഇരുന്ന് പൊടിഞ്ഞു പോയി. ബൂട്ട്സ് പ്രശ്നം ഇട്ടില്ലെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും. പക്ഷേ ഇത് എനിക്കൊന്ന് ഈ തലേ ദിവസത്തെ പരിപാടിക്കൊക്കെ ചുരിദാറിന്റെ കൂടെ പെട്ടെന്ന് ഇത് ഇട്ടിട്ട് അങ്ങ് പോവാം. എന്നെങ്കിൽ തലേ ദിവസം ഇതിടാം, ഈ ചുരിദാറിൻ്റെ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ജൂത്തി ഇടാം. ഇതെന്തായാലും എടുക്കാവേ. വളരെ മോശമായിരിക്കും. ഷൂ നല്ല രസമുണ്ട് ആക്ച്വലി. നല്ല ക്യൂട്ടാണ്. ലൂസാണോ അത്? പക്ഷെ ഊരി പോകത്തില്ല. അത് കുറച്ച് ഹീൽസ് ഉള്ളതുകൊണ്ട് ഭംഗിയുണ്ട്. 2 കൊണ്ടോക്കോ? 3 കൊണ്ടോക്കോ? 3 കൊണ്ടുപോയിട്ട് തിരിച്ചു തന്നാൽ മതി. നമ്മുടെ മൈസൂർ റാമൻ ഇഡ്ഡലി അൺറാപ്പിംഗ് അൺബോക്സിംഗ്. ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിലേ ഇത്രയും തരാറില്ല. മഴയായോണ്ടായിരിക്കും. ആണോ? ഞാൻ കണ്ടിട്ടേ ഇല്ല, കഴിച്ചിട്ടുമില്ല. ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ സാധനമൊന്നും ഇല്ലായിരുന്നു. മൈസൂർ രാമൻ ഇഡ്ഡലി ഇല്ലായിരുന്നു. ചട്നി, ഗ്രീൻ ചട്നി. Here comes the പൊടി ഇഡ്ഡലി. ഇതാണോ മൈസൂർ രാമൻ? Yes. ഓക്കെ. ഞാൻ ഒരു മിനി ഇഡ്ഡലി സാമ്പാർ ഇഡ്ഡലിയും കൂടെ വാങ്ങിച്ചതാണ്. കുറച്ചുകൂടെ വേണം. സാറേ നമ്മൾ രാവിലെ ഇപ്പൊ കാപ്പി കുടിച്ചില്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. തുറന്നേ. ഇങ്ങനത്തെ ഒരു സിമിലർ ടൈപ്പ് ആയിരുന്നു കേട്ടോ ഞാൻ ഇവിടെ കഴിച്ചത്. ഓ വൻ ലുക്കാണല്ലോ. ഞാൻ ഈ ഇടയ്ക്ക് കോയമ്പത്തൂർ പോയപ്പോൾ അവിടെ പക്ഷെ ഇതിനെ ഗീ പൊടി ഇഡ്ഡലി എന്നാണ് പറഞ്ഞത്. ടേസ്റ്റ് നോക്കാം അതുപോലെ തന്നെയാണോ എന്ന്. ഇത് ഗീലാണോ ഉണ്ടാക്കുന്നത് വിവ്യ? ഗീലാണോ ഉണ്ടാക്കുന്നത്? ബട്ടറാ? ഓക്കെ, ഞാൻ കഴിച്ചത് ഗീലിൻ്റെ ഇതായിരുന്നു. പ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് വന്നു. ഇത് തുറന്നേ. ഇത് പൊടി ഇഡ്ഡലിയാ? അല്ല, സാമ്പാർ ഇഡ്ഡലി. ഇത് മറ്റേ മിനി ഇഡ്ഡലി സാമ്പാറിനകത്ത് ഇടുന്ന സാമ്പാർ ഇഡ്ഡലി. റാപ്പിംഗ് ആണ് ആക്ച്വലി. മറ്റേ പെല്ലോട്ടെ പൊട്ടിക്കുന്നതിനെക്കാളും. ഇത് എവിടെ മൈസൂർ രാമൻ? ഇത് കാക്കനാടുണ്ട്. കാക്കനാട് എവിടെയായിട്ട്? വികാരാണ്ടിലോട്ട് പോകുന്ന റോഡില്ലേ, കാക്കനാട് ഒന്ന്. അവിടെയാ? കാക്കനാടാണ് നമ്മുടെ മെയിൻ ഏരിയ. നമ്മളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ.
സാമ്പാറിൽ കുളിച്ച് കിടക്കുകയാണ്. എല്ലാം കൂടെ ചട്നി, ഓരോ വട്ടം വരുമ്പോ നാട്ടിലോട്ട് വരുമ്പോ കഴിഞ്ഞ വട്ടമൊക്കെ അതിന് വട്ടമൊക്കെ വന്നപ്പോഴത്തേനും കപ്പയിലായിരുന്നു. കപ്പ, മറ്റേ പാൽക്കപ്പ, അങ്ങനത്തെ വെറൈറ്റി എല്ലാം പുതിയത് ഡിസ്കവർ ആയിട്ടായിരുന്നു. ഇത്തവണ വന്നപ്പോ ഇഡ്ലിയുടെ തന്നെ വെറൈറ്റി. ഞാൻ പറഞ്ഞില്ലേ കോയമ്പത്തൂർ പോയപ്പോ ഇങ്ങനത്തെ വേറൊരു സംഭവം കഴിച്ചു. ഭയങ്കര ഇന്നോവേഷൻ ആണ്. ആണോ? തിരക്കുണ്ടോ കടയില്? അവിടെ പോയി ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട്? മൈസൂർ രാമൻ ഇഡ്ലിയും ഒരു ടിഫിൻ കമ്പനി എന്ന് പറഞ്ഞ കുംഭകോണം കോപ്പി എന്ന് പറഞ്ഞൊരു രണ്ടുമാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫേവറേറ്റ്. ആണോ? അയ്യോ, പണ്ട് നമ്മൾ ആര്യസി പോകുന്ന ഓർമ്മയുണ്ടോ? നമ്മൾ താമസിച്ചതിന്റെ ഓപ്പോസിറ്റ് അല്ലേ വീട്ടിൽ ഫിൽറ്റർ കോഫി? ഒരു കുഞ്ഞു സാധനം മറ്റേ ബൊഫേ നോൺ വെജ് റെസ്റ്റോറന്റിൽ പോയി ബൊഫേ നമ്മൾ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് നമ്മളെല്ലാവരും വെജ് ആരാധകര്. വിവിക്ക് ഞങ്ങള് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോഴും അന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വിവിക്ക് മാത്രമേ ഉള്ളൂ കാറ്. അപ്പൊ വിവിയുടെ കാറിൽ കയറിയിട്ടാണ് നമ്മൾ ഈ നാട് ചുറ്റല് മൊത്തം. അപ്പൊ ഈ രാത്രി നമ്മൾ ചിലപ്പോൾ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫ്ലാറ്റിൽ എല്ലാവരും കൂടി ഇരുന്ന് വിവിയുടെ വണ്ടി എടുത്തോണ്ട് ഒറ്റ പോക്കാണ്. പാതിരാത്രിക്ക് മറ്റേ ഫോട്ടോച്ചിലൊക്കെ പോയി സെമിത്തേരിയിലൊക്കെ ചെന്ന് കയറിയിട്ട് പേടിച്ചിട്ടൊക്കെ തിരിച്ചു വന്ന് മറ്റേ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഫോട്ടോച്ചി പോയിട്ട് വഴി തെറ്റി മറ്റേ ഒരു സിനിമ ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെ പോയി പെട്ടു. അവിടെ ആണെങ്കിൽ ബോട്ട് സർവീസ് ആയിരുന്നു പിന്നെ അങ്ങോട്ടുണ്ടായിരുന്നു. അത് തീർന്നു, പാതിരാത്രി ആയില്ലേ? ഇല്ല, ഫോട്ടോച്ചി പോകാൻ മറ്റേ 2 വഴി പോകാൻ പറ്റില്ലോ. ഒരു ചെങ്കാർ വഴി പോകുന്ന വഴിയുണ്ട്. അവിടെ കണ്ട ഇപ്പഴാണ് എനിക്ക് അറിയാം ചെങ്കാറാന്നൊക്കെ. അന്ന് അവിടെ ചെന്ന് റോഡ് തീർന്നു, റോഡ് കാണിക്കുന്നുണ്ട്. ഞങ്ങളൊരു 4-5 പെമ്പിള്ളേര് ഈ ഒരു 11 മണിയായപ്പോഴാണ് പെട്ടെന്ന് പ്രാന്ത് കയറിയിട്ട് ഫോട്ടോ വെച്ചിക്ക് പോയേക്കാന്ന് പറഞ്ഞാണ് പോയത്. ഹൈ, മൈസൂർ രാമൻ ഇഡ്ലി കൈകൊണ്ട് കഴിച്ചത്. നമ്മളൊക്കെ മലയാളികളല്ലേ? ഈ ചട്നി ഇത് മറ്റേ തക്കാളി ചട്നി, ചട്നി, സാമ്പാർ, മിന്റ് ചട്നി. അതെനിക്ക് സാമ്പാർ. എനിക്ക് ശരിക്കും ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ, ഇഡ്ഡലി പൂർണ്ണന്റെ ഫാൻ, ഇഡ്ഡലി അല്ല പൂർണ്ണയും ഞാനൊക്കെ ശരിക്കും ഗീ റോസ്റ്റ് ഫാൻസ് ആയിരുന്നു. നമ്മുടെ റെസ്റ്റോറന്റ് ആണ്. അവൾ ആക്ച്വലി ഇന്ന് സ്റ്റേവണ് വരാനായിട്ടിരുന്നതാ, പക്ഷെ അത് പറ്റിയില്ല. പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ 3 പേരും കൂടെ കൂടുന്ന ഒരു ഇതായിരുന്നു. പറ്റിയില്ല. അവളെ ദോശ കാണാനല്ലേ. ഞാൻ മറ്റേ കോയമ്പത്തൂരിന്ന് കഴിച്ചോണ്ട് അതിങ്ങനത്തെ ടേസ്റ്റാ. പക്ഷെ അതിങ്ങനെ ഗീക്കകത്ത് ഇങ്ങനെ കിടക്കും, ഡിപ്പ് ചെയ്ത് കിടക്കും. അപ്പൊ ടൂ മച്ച് ഓഫ് ഗീ ആയിരുന്നു. പക്ഷെ ഇത് ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് കഴിക്കാൻ മറ്റേത് ഇങ്ങനെ കഴിക്കുമ്പോ ഒരെണ്ണം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഗീ കയറി വരുന്നത്. പക്ഷെ നല്ല രസം. ദോശ ഗീ റോസ്റ്റ് ഒക്കെ ആയാലും പോകുമ്പോൾ പൂർണ്ണ കഴിക്കുന്ന ഓർമ്മയുണ്ടോ? പൂർണ്ണ കഴിക്കുന്ന കണ്ടാണ് ഞാൻ അങ്ങനെ കഴിക്കാൻ ശീലിച്ചത്. ഇങ്ങനെ ദോശയുടെ ഒരു പീസ് എടുക്കും, കുറച്ച് വൈറ്റ് ചട്നി എടുക്കും, കുറച്ച് റെഡ് ചട്നി എടുക്കും, കുറച്ച് സാമ്പാറുമായിട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് അവിടെ കഴിക്കുന്നത്. അത് കാണുമ്പോൾ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചായ അതിന്റെ കൂടെ ചെയ്യണം. നമ്മൾ ലാസ്റ്റ് ചായ കുടിക്കാം, കൂടെ ഓർഡർ ചെയ്യും. പക്ഷെ ശരിക്കും ആ ഒരു ഭയങ്കര ആഠ്യതമായിട്ട് ദോശ കഴിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാനും ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു അങ്ങനെ കഴിക്കാം. പക്ഷെ ഓർക്കുമ്പോ കുടുംബത്തിൽ ഇടയ്ക്ക് ഓർക്കുമ്പോ ഞാൻ അവളുടെ ഓർക്കുമ്പോ അങ്ങനെ കഴിക്കുന്നത്. ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ കൈകൊണ്ട് കഴിക്കുന്നതാണ്. നമ്മളവിടെ ഇത്രയും ആസ്വദിക്കാൻ പറ്റില്ല. അതെ, ഓസ്ട്രേലിയയില് ഞങ്ങൾ കുറെ ഫ്രണ്ട്സ് നോർത്ത് ഇന്ത്യൻസ്, അവര് കൂടുതൽ സാധനങ്ങൾ ഫുഡ് അവർ കൈകൊണ്ട് കഴിക്കും. പക്ഷെ എന്നാലും കൂടുതൽ സ്പൂൺ കൊണ്ടല്ലേ കഴിക്കുന്നത്. അപ്പൊ ഈ ഇഡ്ഡലിയൊക്കെ എനിക്ക് സ്പൂൺ കൊണ്ട് കഴിക്കുന്ന കാണുമ്പോ എനിക്ക് അയ്യോ, ഇഡ്ഡലി ആക്ച്വലി സ്പൂൺ കൊണ്ട് കഴിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ടേസ്റ്റ് നമുക്ക് അങ്ങനെ തോന്നുന്നതാണോ അറിയത്തില്ല. അതൊരു മാനസികമാണ്. നമ്മൾ കുഞ്ഞിനെ തൊട്ട് എന്താണ് പഠിച്ചു വന്നത് അതാണ് നമ്മൾ വീട്ടിലിങ്ങനെ കഴിക്കുമെങ്കിലും എനിക്ക് ആക്ച്വലി ഷൂട്ടിന് പോയാലും ഓഫീസിൽ പോയാലും എനിക്ക് അല്ലാണ്ട് കഴിക്കുന്നത് കംഫർട്ടബിൾ. കാരണം ഒന്നാമത്തെ കാര്യം കൈക്ക് സ്മെല്ലാവില്ല. ഇപ്പൊ നമ്മൾ സ്വാഭാവികം മറ്റുള്ളവരോട് വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ കൈക്ക് സ്മെല്ലാവില്ല. പിന്നെ ഈ എന്തെങ്കിലും മഞ്ഞൾ കൂടുതലൊക്കെ ഉള്ള കളറാവില്ല. അങ്ങനെയൊക്കെ പുറത്ത് പോകണമെങ്കിൽ അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഇപ്പൊ ഞാൻ അവിടെ ഓഫീസിൽ പോകുമ്പോഴേ ഞാൻ ഫുഡ് കൊണ്ടുപോകുമല്ലോ. അപ്പൊ അവിടെ പിന്നെ ഓസ്ട്രേലിയ പിന്നെ അവിടെ ആരും കൈകൊണ്ട് കഴിക്കുന്ന പരിപാടി ഇല്ലല്ലോ. അപ്പൊ
ഞാൻ ഫുഡ് കൊണ്ടുപോകുമ്പോൾ ചിക്കനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ബോൺലെസ് ചിക്കൻ കൊണ്ടുപോകും. എനിക്ക് സ്പൂൺ വെച്ച് കഴിക്കാൻ. എനിക്കപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സ്പൂൺ കൊണ്ട് കഴിക്കുന്നതാണ് കംഫർട്ടബിൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ വെറുതെ ആൾക്കാര് പ്രത്യേകിച്ച് അവിടെ വീട്ടിലാണ് നമ്മളായിട്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ കൈ കൊണ്ട് കഴിക്കുന്നത്. അത് ഏറ്റവും ഇവർക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കുകയാണ്, ഓസ്ട്രേലിയനാണ്. അപ്പൊ പുള്ളി ചോദിച്ചു ഞാൻ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പൊ ചപ്പാത്തി ഞാനിപ്പോ കൈ കൊണ്ട് ഇങ്ങനെ കഴിക്കുന്നത്, ചപ്പാത്തി സ്പൂൺ കൊണ്ട് കഴിക്കാൻ എനിക്കറിയത്തില്ല. അപ്പൊ അവിടെ ആണെങ്കിൽ ബ്രെഡ് ആണെങ്കിൽ അവർ കൈ കൊണ്ടാണ് കഴിക്കുന്നത്. അപ്പൊ അതുപോലെയാണ് നമുക്ക് ചപ്പാത്തി. അപ്പൊ എന്റെ കൊളീഗ് ചോദിച്ചു ഇത് കാരണം കൈ കൊണ്ട് വേറെ കഴിക്കാറുണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ കൈ കൊണ്ട് എല്ലാം കഴിക്കാറുണ്ട്. അപ്പൊ അവർക്ക് വലിയ അത്ഭുതമാണ്. അപ്പൊ അവര് അപ്പൊ എല്ലാ സാധനങ്ങളും അപ്പൊ റൈസ് കൈ കൊണ്ടാണ് കഴിക്കുന്നത്. അപ്പൊ അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ആണെങ്കിലും അവന്റെ എത്നിസിറ്റി ഇന്തോനേഷ്യൻ ആണ്. അപ്പൊ അവര് കൂടുതൽ റൈസ് കഴിക്കുന്നവരാ. പക്ഷെ അവര് മറ്റേ ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കും. അപ്പൊ അവര് എന്ത് ചോദിച്ചു ചോപ്സ്റ്റിക്ക് വെച്ചല്ലേ റൈസ് കഴിക്കാന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ നാട്ടിൽ ചോപ്സ്റ്റിക്ക് വെച്ചല്ല കഴിക്കുന്നത്. റൈസ് ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയോ, അവരുടെ സ്റ്റിക്കി റൈസ് ആണ്. നമ്മുടെ പോലത്തെ ഇങ്ങനെ വേറെ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പറ്റും. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ചോപ്സ്റ്റിക് ഇല്ല. ഉണ്ട്, ഇപ്പോഴല്ലേ നമ്മൾ ഇങ്ങനത്തെ ചൈനീസ് അതുകൊണ്ട് വേറെ പ്രാക്ടീസ് ചെയ്ത്. അല്ലാണ്ട് ശരിക്കും നമുക്ക് ബേസിക്കലി നമുക്ക് ചോപ്സ്റ്റിക് ഇല്ല, നമുക്ക് കൈയാണ്. പിന്നെ കൂടിപ്പോയ സ്പൂൺ, അതാണ് സ്പൂൺ, ഫോർക്ക്, നൈഫ്, അതാണ് മറ്റേ ഏഷ്യൻ സാധനങ്ങൾ നമ്മൾ പൊതുവെ ആരും യൂസ് ചെയ്യാറില്ല. അതെ. അപ്പൊ പുള്ളിക്ക് ഭയങ്കര അത്ഭുതം. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കട്ട്ലറീസ് ഉണ്ട്, ഇതാണ് ഞങ്ങളുടെ കട്ട്ലറീസ്, നമ്മുടെ കൈയാണ് കട്ട്ലറീസ്. ഞാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ പണ്ടോട്ടെ അങ്ങനെയാണ് ഇത്. അത് ഞങ്ങളുടെ നാട്ടില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. എനിക്ക് എത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് ഓരോരുത്തരുടെ ട്രഡീഷൻ ഉണ്ട്. അപ്പൊ പുള്ളിക്ക് മനസ്സിലാവും. പുള്ളി ഏഷ്യനാണ്, പുള്ളിയുടെ ട്രഡീഷൻ ജീവിച്ചാണ്, അങ്ങനെ ഫോളോ ചെയ്താണ് ജീവിക്കുന്നത്. അവർക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ഓരോരുത്തർ ഓരോ കൾച്ചർ സംസാരിച്ചിട്ടാണല്ലോ പഠിക്കുന്നത്. ആ കൾച്ചറിൽ എങ്ങനെയാണ്, ഈ കൾച്ചർ എങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ആക്ച്വലി വേറൊരു കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് തോന്നുന്ന സാധനങ്ങൾ അഡാപ്റ്റ് ചെയ്യാം. അത് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് അത് നമ്മുടെ ഗ്രോത്ത് ആണ്. ഒബ്വിയസ്ലി. പിന്നെ ചിലരുണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവർ ചെയ്യാത്ത കാര്യമാണെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. അതിന്റെ ആവശ്യമില്ല. നമുക്ക് അഡാപ്റ്റ് ചെയ്യാം, നല്ലതാണെന്ന് നമുക്ക് തോന്നുവാണ്. അതിലൊന്നും ഒരു തെറ്റുമില്ല. ഇപ്പൊ ഞാനിപ്പോ പല കാര്യങ്ങളും എനിക്ക് ഓസ്ട്രേലിയയിലെ കുറെ കാര്യങ്ങൾ നല്ലതായിട്ട് തോന്നുന്നുണ്ട്, നാട്ടിൽ കുറെ നല്ല കാര്യങ്ങൾ അത് അങ്ങനെ എടുക്കണം. അല്ലാണ്ട് എന്റെ നാടാണ് ഏറ്റവും നല്ലതെന്നും എന്റെ നാടാണ് ഏറ്റവും പൊട്ടാണെന്നും ഓസ്ട്രേലിയ അല്ലെങ്കിൽ പുറത്തൊരു കൺട്രിയുടെ ഏറ്റവും നല്ല അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം കൾച്ചർ. അതെ അതെ. കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇപ്പൊ നാട്ടിലാണെങ്കിൽ നമുക്കിപ്പോ ഒരാളുടെ വീട്ടിൽ പോയി, എനിക്കിപ്പോ വിവിയുടെ വീട്ടിൽ വരണം, എനിക്ക് വിവിയെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. അല്ലാണ്ട് ഇപ്പൊ അവിടെ ആണെങ്കിൽ ഓസ്ട്രേലിയയിലാണെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിന് വീട്ടിൽ പോകും, നേരത്തെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല പ്രോപ്പർ ഓസ്ട്രേലിയൻസിന്റെ ആയിരുന്നു. നമ്മളിപ്പോ അവിടെ ഇന്ത്യൻ ഫ്രണ്ട്സിന്റെ അടുത്തല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു ഓസ്ട്രേലിയനെ മീറ്റ് ചെയ്യുന്ന ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് നമ്മളവരെ നേരത്തെ മുൻകൂട്ടി നമ്മൾ ഇന്ന ദിവസം നമ്മൾ വരാം അങ്ങനെ ഒരു 3-4 പ്രിപ്പയർഡ് ആയി അങ്ങനെ ഭയങ്കര ഫോർമാലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് ടൈറ്റ് ആവും, തിക്കാവും തോറും ആ ഫോർമാലിറ്റീസ് കുറഞ്ഞു വരും. പക്ഷെ എന്നാൽ പോലും അവിടെ ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കലും ബാക്കിയുള്ളവരുടെ ഇതൊക്കെ നോക്കിയതും അത് നല്ലൊരു കാര്യമാണ്. അത് ആൾക്കാർക്ക് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വേണ്ട. ഇവിടെ ഇച്ചിരി കൂടെ ഫ്രീ ആണ്. അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഒട്ടും കണക്ഷൻ കണ്ടിട്ട് നമ്മൾ പറയില്ല. പക്ഷെ എന്നാലും വിവി ഇപ്പൊ ഇന്ന് ഞാൻ വരുന്നതുകൊണ്ട് എന്തൊക്കെ സാധനം മാറ്റി വെച്ചിരുന്നു, എന്തൊക്കെയോ മാറ്റി വെച്ചു ഞാൻ ചോദിക്കാൻ പോലും പോയിട്ടില്ല. ഈ ദിവസം എന്റെ ആണ്, ഇതെനിക്ക് വേണ്ട ദിവസം. അങ്ങനത്തെ കൊറേ ഇത് ആക്ച്വലി നമ്മൾ പറയുന്ന ഡേറ്റിൽ നടക്കുന്ന തന്നെ വലിയ കാര്യം അതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ആ സമയത്ത് പറഞ്ഞ പോലെ വർക്കാണെങ്കിൽ ഞാനും കോംപ്രമൈസ് ചെയ്യില്ല, വർക്ക് അതിന് പ്രയോറിറ്റി കൊടുക്കും. അപ്പം പിന്നെ കാർമിനോട് പറയും ഡേറ്റ് പറ്റില്ല. കാർമിനാണെങ്കിൽ ഒരു മന്തിലേക്ക് ആകെപ്പാട് ലീവിന് വരുമ്പോൾ എന്തെങ്കിലും ഫാമിലി ആവശ്യം ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കും. ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. അങ്ങനെ കേട്ടിട്ടില്ലേ, നമ്മൾ എഫേർട്ട് എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതൊരു ഫ്രണ്ട്ഷിപ്പ്. അത് നമ്മളിപ്പോ എപ്പോഴും വിളിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു വിവേക്ക് മനസ്സിലായില്ല, ഇപ്പം ഞാനൊരു കാര്യം മാറ്റി വെച്ചിട്ട് വന്നു, പക്ഷെ അന്നേരം വിവേക്ക് വേറെ ഒരു അപ്പോയിന്റ്മെന്റ് വന്നു, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടെങ്കിൽ പിന്നെ ഫ്രണ്ട്ഷിപ്പ് അല്ല. പിന്നെ ഈസി ആയിട്ട് പോകുന്ന ഫ്രണ്ട്ഷിപ്പുകൾ ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. വിളിച്ചില്ലേ പരാതി, നോക്കിയില്ലേ പരാതി, അങ്ങോട്ട് വന്നില്ലേ പരാതി, ഇതൊക്കെ ആണെങ്കിൽ കുറച്ച് പാടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. അങ്ങനത്തെ ഫ്രണ്ട്സ് ഒരുപാട് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെ ഉണ്ട്. നമ്മൾ അങ്ങനെ ചെയ്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അതുപോലെ
ഭാഗ്യം നമ്മൾ ആ കാറ്റഗറി പെടാത്ത. പക്ഷെ ഇത് ഭയങ്കര ഈസിയാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമ്മള് പ്രത്യേകിച്ച് ഒരു എഫോർട്ട് ഇടേണ്ട ആവശ്യമേ ഇല്ല ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരിക്കലും അതിനൊരു പ്രശ്നം വരില്ല. എന്നാൽ we know that we are there for each other. അല്ലേ? എനിക്കിപ്പോ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിവയെ വിളിച്ചാൽ മതി. വിവയെ ഫോൺ എടുക്കേണ്ട താമസം അത്രേ നമുക്ക്. അങ്ങനത്തെ ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും നിങ്ങളുടെ ഇടയിലൊക്കെ ഒത്തിരി ഉണ്ടാവും. മെയിൻറ്റെയിൻ ചെയ്യേണ്ടാത്ത ഫ്രണ്ട്ഷിപ്പ്, അങ്ങനത്തെ എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഹോൾഡ് ഓൺ ചെയ്തോ അത് ലൈഫ് ലോങ് മുന്നോട്ട് പോകും. എനിക്കും ചില സമയത്തൊക്കെ കാരണം വിളിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്. 2-3 മിസ് കോൾ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആരൊക്കെയാന്ന് ചിലപ്പോൾ നോക്കാം. എനിക്ക് അങ്ങനെ ചെയ്യാത്തതല്ല, എന്തെങ്കിലും മറന്നിട്ട് ഇപ്പൊ ഫോൺ എടുക്കും, കുറെ മിസ് കോൾ ഉണ്ടാവും നോക്കണം. അപ്പോഴേക്കും ഞാൻ വേറെ എന്തെങ്കിലും കാര്യം ഉള്ളത് ഞാൻ വിളിക്കും, പിന്നെ ഇതങ്ങ് മറന്നു. പിന്നെ ഇത് ബാക്കിൽ പോകുന്നതോറും ഇതിന് മിസ് കോൾ കിടന്ന പോലും ഞാൻ ചിലപ്പോൾ ഓർമ്മത്തില്ല. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, എന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടേക്ക്, അത് ഞാൻ കണ്ടില്ല എന്നെ വിളിച്ചോളെ. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് തത്തല് കുത്തിയാണായിരുന്നു. ഇപ്പൊ ഞാൻ അവിടുന്ന് വന്ന പോയാണ് അല്ല ബാങ്ക് അക്കൗണ്ട് ഒക്കെ എന്തോ ഒരു ബ്ലോക്ക് എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇത് ചെയ്യണം. പിന്നെ അവിടെ 5G കിട്ടിയില്ല. ഞാൻ അശ്വിന്റെ വീട്ടിലപ്പോ അവിടെ 5G കിട്ടിയില്ലായിരുന്നു ബുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ വിവിയനെ മെസ്സേജ് ഇട്ടു. എന്നിട്ട് പിന്നെ വിവി അപ്പൊ കണ്ടില്ല ഓഫീസിൽ. അപ്പൊ ഞാൻ വേറൊരു ഫ്രണ്ടിന് മെസ്സേജ്, ആരാണോ റിപ്ലൈ ഫസ്റ്റ് ചെയ്തത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അപ്പൊ വിവി എന്നോട് പറഞ്ഞു ഞാൻ ഓഫീസിലാണ്, അപ്പൊ മെസ്സേജ് അയച്ചിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട്. മഴയാ രാവിലെ ഇവിടെ. ഇന്നലെ ഒന്ന് ഭാഗ്യം, ഇന്നലെ മഴയായിരുന്നു. ഇന്നലെ ആണെങ്കിൽ ഞാൻ ഷെറിന്റെ കൂടെ പുറത്തായിരുന്നു. പിന്നെ ഞാനിവിടെ ഇപ്പൊ എത്തിയ 2:30-3 മണിയായപ്പോ എത്തിയ ഭാഗ്യത്തിൽ. ഇന്നലെ മഴയില്ലായിരുന്നു, നല്ല മഴ. ഇന്നിപ്പോ ഞാൻ തിരിച്ച് പാലക്കാടിന് പോകും. എന്നിട്ട് പിന്നെ നാളെ, ഇന്ന് ശനിയാഴ്ചയാണ്, അല്ല ഇന്ന് ഞായറാഴ്ച അല്ലേ? ഇന്ന് ഞായറാഴ്ച. എനിക്കല്ല, വിവിക്ക് പോകണം. എനിക്ക് ഓഫീസിൽ പോയിട്ടില്ല, ഞാൻ വെക്കേഷനിലാണല്ലോ. ഒരാഴ്ച കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് ഓഫീസിൽ പോകണം. എന്തായാലും മൈസൂർ ഇഡ്ഡലി അടിപൊളിയാണ്. ആരെങ്കിലും അതിന് ആ ഒരു തരി ടെക്സ്ചർ ഉണ്ട്. മിനിറ്റ് നമ്മളിവിടെ കഴിക്കുന്ന ആ ഒരു ഇത് തന്നെയല്ലേ, ഇഡ്ഡലിയുടെ ടെക്സ്ചറിന് ഒരു വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ചുമ്മാ മഴ പെയ്ത് തോർന്നു. അപ്പം നല്ല രസമുണ്ട്. ഞങ്ങളിവിടെ ഇതൊക്കെ ഇൻഫോ പാർക്കിന്റെ ഏരിയ ആണ്. അത് ഏത് ബിൽഡിംഗ്? സൈബർ ടവർ പുതിയത്, നമ്മുടെ പഴയ സൈബർ ടവർ. ഞങ്ങളിങ്ങനെ ബാൽക്കണിയിൽ ഇനി ഇരിക്കുക. അങ്ങനെ വിവിയുടെ അടുത്ത് വന്നിട്ടുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇന്നിപ്പോൾ രാവിലെ ഞാൻ തിരിച്ച് പാലക്കാടിന് പോവാം. പപ്പയമ്മ ഇവിടെ ഉണ്ട്. അപ്പോൾ പപ്പയമ്മയും പപ്പയുടെ പെങ്ങളുടെ വീട്ടിലാണ്. അപ്പോൾ അങ്ങോട്ട് ഞാനിപ്പോൾ പോവാം, വൈറ്റിലേക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ വിവി എന്നെ ഇവിടെ ആക്കിത്തരും. ആദ്യം ഊബർ എടുത്ത് പോകാമെന്ന് പറഞ്ഞു, പിന്നെ വിവിയെ കൊണ്ടേ വിടാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ഫുൾ ബ്ലോക്കാണ് സിറ്റിയിൽ, അറിയാമല്ലോ, എറണാകുളം സിറ്റിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ കാക്കനാട്ട് വൈറ്റില്ല ഓട്ടോ മെട്രോ ഉണ്ട്, അപ്പോൾ അതിന് പോവാം വിചാരിച്ചു. അപ്പോൾ വിവി എന്നെ ഇപ്പോൾ മറ്റേ ബോട്ട് ചെട്ടി കൊണ്ടേ വിടും. അപ്പം നമുക്ക് വാട്ടർ മെട്രോയിലും കയറാം. നമ്മൾ നാട്ടിൽ വന്നപ്പോൾ ബസ്സിൽ കയറി, ട്രെയിനിൽ കയറി, KSRTC എല്ലാത്തിനും കയറി, കാറിൽ, ഓട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വാട്ടർ മെട്രോ മാത്രമായിട്ട് ഇനി വിടണ്ട, ഇനി അങ്ങോട്ടും കൂടെ അതും കൂടെ കയറിയേക്കാം. അപ്പോൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. കണ്ടില്ല, ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നു. വിവിയെ പെട്ടെന്ന് റെഡിയായി എന്നെ വാട്ടർ മെട്രോയിൽ കൊണ്ടുവിടും. അപ്പോൾ പിന്നെ അതാവുമ്പോൾ ഇത് വേണ്ടല്ലോ, ബ്ലോക്കിൽ കിടക്കണ്ട, നമുക്ക് ഇറങ്ങാം അല്ലേ. 12:45, 1:05 ഒരെണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് കയറിപ്പോ. അപ്പം നമ്മൾ പോവാണ്. ബൈ. ഉമ്മൊക്കെ പറ്റത്തില്ല, ലിപ്സ്റ്റിക് ഉള്ളത്. അപ്പൊ ആക്ച്വലി പോയൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാ. കാണിക്കട്ടെ, TCS എംപ്ലോയി, അത് പറയാമോ? അതെ,
നേരത്തെ TCS ഞങ്ങൾ എല്ലാവരും ആദ്യം കോഗ്നിസന്റിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ വിവിയ TCSലോട്ട് പോയി. ഞാൻ കോഗ്നിസന്റിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കോഗ്നിസന്റിന് ഓസ്ട്രേലിയക്ക് പോയി. ഇപ്പൊ ആളെ എവിടെ വർക്ക് ചെയ്യുന്നത് അറിയാം? ഇപ്പൊ ഒരു ഏവിയേഷന്റെ കമ്പനിയിലാണ്. എയർ ഇന്ത്യ എംപ്ലോയി ആണ്. ഞങ്ങളുടെ ഇപ്പൊ പണ്ട് ഈ എക്സ്പ്രസ് വേയിൽ നമ്മള് കത്തിക്കുന്ന റോഡായിരുന്നു. പക്ഷെ ഇതിപ്പോ ഇവിടെ മെട്രോ വരുന്നുണ്ടല്ലേ? ഇവിടുത്തെ മറ്റേ ഹോട്ടലുകളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇപ്പോഴും അല്ലേ? ഈ ബിൽഡിങ്ങിൽ ഞാൻ പോകുമ്പോ ഇത് പണിത് തുടങ്ങിയിട്ടില്ല. ഇത് അവിടെ ആൾക്കാർ വന്നു തുടങ്ങി ഫുള്ളായി. 2 വർഷം കൊണ്ട് ഭയങ്കര കോർണർ ഫ്ലാറ്റ്സ് ഇല്ലേ, ഒരുപാട് പൈസ ഉണ്ടായിട്ട് വേണ്ടെന്ന് വെച്ച്. കോർണർ ഫ്ലാറ്റ്സ് നല്ല രസാ. കോഴിക്കോടുണ്ടല്ലോ ചില ഓട്ടോ നീല കളറും വേറൊരു കളറും എല്ലായിടത്തും മാറ്റുവാന്ന് പറയാം. ഇലക്ട്രിക്. ഇലക്ട്രിക് ഓട്ടോ ആവുമായിരിക്കല്ലോ. എനിക്ക് തോന്നുന്നു വാട്ടർ മെട്രോ വന്നില്ലെന്ന് തോന്നുന്നു. ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന അതോ പോയോ? ഞങ്ങള് വാട്ടർ മെട്രോയുടെ അവിടെ എത്തിയപ്പോഴത്തേനുണ്ടല്ലോ ഞങ്ങള് വന്ന ജെട്ടി മാറിപ്പോയി. അപ്പൊ പാസഞ്ചർ ജെട്ടി അപ്പുറത്തായിരുന്നു. പണ്ട് അതില്ലായിരുന്നു, ഞങ്ങക്ക് അത് അറിയത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോ ഒരു വാട്ടർ മെട്രോ അങ്ങ് പോയി. അപ്പൊ അതുകൊണ്ട് എന്നെ വിവിയ മാഡം കൊണ്ടുവിടാന്ന് പറഞ്ഞു. ശരിക്കും കാക്കനാട് മറൈൻ ഡ്രൈവിൽ ഇറങ്ങാൻ പറ്റുമോ? കാക്കനാട് ബോട്ടം വാട്ടർ ജെട്ടി കയറിയാല് മറൈൻ ഡ്രൈവ് പറ്റുമെന്ന് അറിയത്തില്ല. വൈറ്റില് പറ്റും. ഇവിടുന്ന് വൈറ്റിലെ കണക്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ ഇത്. പിന്നെ ഉണ്ട് വൈറ്റിലേന്ന് പിന്നെ മറൈൻ ഡ്രൈവ് അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട്. കയറി ഇറങ്ങണം. അതാണ് എന്റെ ഒരു കഴിഞ്ഞ ഞാന് ഒരിക്കൽ വാവ വണ്ടി വന്നപ്പോ എന്റെ ചേച്ചി വന്നപ്പോ എങ്ങാണ്ടോ അവൾക്ക് എപ്പോഴും വൈറ്റിലെ പോകണമായിരുന്നു എന്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനായിട്ട്. അപ്പൊ അവൾ എപ്പോഴും വാട്ടർ മെട്രോയിലാണ് പൊക്കോണ്ടിരുന്നത്. അന്ന് ഈ പുതിയ വാട്ടർ മെട്രോ അല്ല, പഴയ വാട്ടർ മെട്രോ, ചടാക്ക് വാട്ടർ മെട്രോ, ജങ്കാർ പോലെ തുരുമ്പിച്ചത്. ഇപ്പൊ അങ്ങനത്തെ അല്ല, സാധാ ബോട്ട് പക്ഷെ തുരുമ്പിച്ചത്. അങ്ങനത്തെ ബോട്ട് വലുത് പാസഞ്ചർ ബോട്ട്. ഇപ്പൊ കുറച്ചും കൂടെ അടിപൊളിയാക്കി വാട്ടർ മെട്രോ ആക്കിയത്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, കുറെ നാളുകൊണ്ട് വാട്ടർ മെട്രോ കയറണമെന്ന്. അതിന് സിറ്റി പോകുമ്പോ ഒരിക്കലും ഇങ്ങനെ എവിടെ പോയാലും ഈ കാർ കൊണ്ട് പോകുമ്പോ നമ്മള് കാർ ഇവിടെ ഇടും. അല്ല വീട്ടിൽ നിന്ന് ഇതിൽ കയറാനായിട്ടാണെങ്കിൽ ഊബർ എടുത്ത് വന്ന് ഇച്ചിരി എഫേർട്ട്. അങ്ങനെ വിവേരോടെ ഒത്തിരി ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് മനസ്സ് നിറഞ്ഞ് അടുത്ത വർഷം വരെ കാണുന്നവരെ മനസ്സില്ലാ മനസ്സോടെ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങ് പോയി. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.